പുണ്യം പെയ്തിറങ്ങുന്ന റമദാൻ മാസത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇസ്ലാം മത വിശ്വാസികൾ. മാനത്ത് റമദാൻ അമ്പിളി തെളിയുന്നതോടെ നോമ്പുകാലം ആരംഭിക്കും. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ മനസ്സും ശരീരവും സമ്പത്തും ശുദ്ധീകരിച്ച് പുതിയൊരു മനുഷ്യനാകാനാകും വിശ്വാസികളുടെ ശ്രമം. പുണ്യ റമദാനെ വരവേൽക്കാൻ വിശ്വാസി സമൂഹം ഒരുങ്ങിക്കഴിഞ്ഞു. ഭവനങ്ങളും മസ്ജിദുകളും ശുദ്ധിയാക്കി പുണ്യകർമ്മങ്ങളിലൂടെ മനസ്സിനെ പാകപ്പെടുത്തി റമദാനായി കാത്തിരിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ. ഇന്ന് ഇശാ നിസ്കാരത്തോടെ മാസപ്പിറവി ദർശിച്ചാൽ നാളെ മുതൽ കേരളത്തിൽ നോമ്പുകാലം. UAE, സൗദി, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ രാജ്യങ്ങളിൽ ഇന്നാണ് റമദാൻ 1. ഒമാനിൽ വ്രതാരംഭം നാളെ. റമദാൻ മാസത്തിൽ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിന് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ വിശ്വാസി സമൂഹം ഇനിയുള്ള ഒരു മാസക്കാലം ദാനധർമ്മങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വ്യാപൃതരാകും. നാളെ മുതൽ പള്ളികളിൽ തറാവീഹ് നമസ്കാരം, വീടുകളിലും പള്ളികളിലും പൊതുസ്ഥലങ്ങളിലും ഇഫ്താർ വിരുന്നൊരുങ്ങും. അങ്ങനെ ഇനിയുള്ള ഒരു മാസക്കാലം ഇസ്ലാം മതവിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിന്റെ നാളുകൾ. റമദാനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും വിശേഷങ്ങളും പ്രാധാന്യത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം 24 സജ്ജം. ന്യൂസ് ഡെസ്ക് 24.